ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ ആൻഡ് ലാഡ്. എല്ലാവരും വിഷു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും അല്ലേ? വിഷു എല്ലാം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചിട്ടുണ്ടാവും. അതാണല്ലോ മലയാളികൾ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വിഷു? എന്തിനാണ് വിഷു? എന്തിനാണ് വിഷു കണി കാണുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അറിയണ്ടേ. വിഷു സ്വാഭാവികമായിട്ടും ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഐതിഹ്യ കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ശാസ്ത്രീയ ഭാഗമുണ്ട്. വിഷു എന്ന വാക്ക് രൂപം കൊള്ളുന്നത് വിഷുവം എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ്. അതിൻ്റെ അർത്ഥം സമതുലിതം എന്നാണ്. യഥാർത്ഥത്തിൽ സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ് ഈ വിഷു എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, ഭൂമി സൂര്യനെ വലയം വെക്കാൻ ഒരു വർഷം സമയമെടുക്കും. ആ ഒരു വർഷം പൂർത്തിയായി പുതിയ യാത്ര ആരംഭിക്കുന്ന ദിവസമാണ് വിഷു. ഇതിനെ മേശ സംക്രാന്തി എന്നും സാധാരണഗതിയിൽ അറിയപ്പെടും. ശരിക്കും വിഷു എന്ന് പറയുന്ന ദിനം ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്, ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്, പുതിയ പ്രതീക്ഷയുടെ ദിനമാണ്. കാർഷിക വിളവെടുപ്പുകളെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിഷു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ വിഷുക്കണി കാണുന്നതിന് വേണ്ടി നമ്മൾ പച്ചക്കറികളും നവധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം നിരത്തി സ്വർണ്ണാഭരണങ്ങളും പൈസയും അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങളും അന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾ കണി കാണുന്നത്. പുതിയ വർഷം തുടങ്ങുമ്പോൾ നല്ലത് കാണുക, മനസ്സിനെ പോസിറ്റീവായി എടുക്കുക, ഒരു പോസിറ്റീവ് എനർജി എല്ലാവരിലും എത്തിക്കുക. ഇത് തന്നെയാണ് വിഷുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയ ഭാഗം. അപ്പോൾ പുതിയ ജീവിതവും പുതിയ തുടക്കവും പുതിയ കാർഷിക ഉത്സവമായി തന്നെ നല്ല രീതിയിൽ എല്ലാവരും വിഷു ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു പോയെങ്കിലും എല്ലാവർക്കും വിഷു ആശംസകൾ.